കോഴിക്കോട് നഗരത്തിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു. മുതലക്കുളത്തെ ചായക്കട കത്തി നശിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരങ്ങളുമായി മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നടക്കമുള്ള സമഗ്രമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മേഘ, വളരെ വേഗത്തിൽ എന്താണ് സംഭവിച്ചത്? മനു, കോഴിക്കോട് നഗരം അതായത് മുതലക്കുളത്തെ ചായക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം നടന്നിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 2 പേരാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്, മറ്റൊരാൾക്ക് വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ചായക്കട നിലവിൽ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. സമീപത്തെ കടകൾക്കൊക്കെ തന്നെയും കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെയാണ് സംഭവം നടന്നത്. ഇവിടെ മാനാഞ്ചേരി ഉൾപ്പെടെ അടുത്തു നിൽക്കുന്ന പ്രദേശമാണ്. ഇതുവഴി പോകുന്ന ആളുകളാണ് കടയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടത്. ഇതേ തുടർന്ന് ആളുകൾ പരിശോധിച്ചപ്പോൾ ഒരാൾ ഇറങ്ങി ഓടുന്നത് കണ്ടു. മറ്റൊരാൾ ഈ തീയിൽപ്പെട്ട് അകത്ത് കിടക്കുന്നുണ്ട് എന്ന് പുറത്തു വന്ന ആൾ പറയുകയായിരുന്നു. ഇതേ തുടർന്നത്തെ പരിശോധനയിലാണ് ഒരാളെ 80% പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. അയാളെ നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മുതലക്കുളത്തിന് സമീപത്ത് തന്നെ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കടയാണ്. ഈ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത കടകൾക്ക് തന്നെയും കേടുപാടുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 7 മണി ആയതുകൊണ്ട് തന്നെ മറ്റ് കടകൾ ഒന്നും തന്നെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തിരക്കുണ്ടാകാറുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഭാഗ്യം കൊണ്ടൊരു വലിയ അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരും. മനു, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. പുലർച്ചെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഒഴിവായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടലുണ്ട്. ഈ സംഭവം നടന്നപാട് തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഫയർഫോഴ്സ് ആംബുലൻസിലാണ് നിലവിൽ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ചായക്കട പൂർണ്ണമായും ഒന്നും ബാക്കി നിൽക്കാത്ത രീതിയിൽ തന്നെ കത്തിയ നിലയിലാണ് കാണാൻ കഴിയുന്നത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് തന്നെയാണ് ഈ അപകട കാരണം എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഈ കടയിലെ ഉടമയ്ക്കാണ് ഇപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സമയത്തുണ്ടായിരുന്ന ഒരാളെ, ചേട്ടാ നിങ്ങളാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിരുന്നു. എന്താണ്, എവിടെ നിന്നാണ് ശബ്ദം കേട്ടപ്പോൾ വന്നതാണോ? ഞാൻ അവിടെ പോലീസ് ക്ലബിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. പുക കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് പൊട്ടിത്തെറി ഉണ്ടായി. അപ്പോൾ എനിക്ക് ഫയർഫോഴ്സും പോലീസും എത്തി. അവിടെ ഉള്ളൊരു സ്റ്റാഫ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഒരാളും കൂടെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ നിർദ്ദേശപ്രകാരം ഫയർഫോഴ്സും പോലീസും കൂടെ ഉള്ളിലേക്ക് കയറിയതാണ്. തീ അണച്ചതിന് ശേഷമാണ് കയറിയത്. മുകളിൽ ഭാഗികമായി പൊള്ളലേറ്റ ഒരാളെ നമ്മൾ രക്ഷാപ്രവർത്തനം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ്. അതാണ് ഉണ്ടായത്. അല്ല, ഗ്യാസ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ചതിൻ്റെ ശേഷമാണ് പൊട്ടിത്തെറി. ഗ്യാസിൻ്റെ ലീക്കോ അങ്ങനെ എന്തോ ആയിരിക്കും സംഭവം. ഞാൻ കറക്റ്റ് അറിയില്ല. ഞാൻ വരുമ്പോൾ ഒരു ശബ്ദം പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതിൻ്റെ ശേഷമാണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായത്. 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഇറങ്ങി ഓടി, ഒരാൾ മുകളിലുണ്ടെന്ന് ഇറങ്ങിയ ആളെ നിർദ്ദേശപ്രകാരം നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി. അയാൾ ഓടി കയറിയതാണ് മുകളിലേക്ക്. താഴെ തീയും പുകയും കണ്ടപ്പോഴേ അയാൾക്ക് ഒന്നും പുറത്തേക്ക് ഓടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. ആളുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ കുറച്ച് പോട്ടർമാരുണ്ടായിരുന്നു. അവരും പിന്നെ ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്നു. മനു, അതായത് 7 മണി ആയതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. ഈ നഗരപരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരു ചായക്കടയാണ് ഇത്. ഇവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിലവിൽ പരിക്കേറ്റത് തിരൂർ സ്വദേശിക്കാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇയാളെ അതായത് മലപ്പുറം സ്വദേശി കുത്തബ്ദീൻ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 80% പൊള്ളലേറ്റ ഇയാളെ നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും നിലവിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് പൂർണ്ണമായും പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ശരി, ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകട കാരണം ഉണ്ടായ തീപിടുത്തത്തിന് കാരണമെന്നാണ്. ഏതായാലും ഒരാൾക്ക് നല്ല പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം തിരൂർ സ്വദേശിക്കാണ് പൊള്ളലേറ്റത് എന്നാണ് മേഘ നമ്മളോട് പറയുന്നത്. 7 മണി സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞാൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നൊരു കട കൂടിയാണ്. ഏതായാലും ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നത്
വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരും. ഏതായാലും മേഘയാണ് ഈ വിവരങ്ങൾ നമുക്ക് കോഴിക്കോട് നൽകിയത്.